ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു 9 മണി ആയപ്പോഴത്തേക്കാണ് വന്ന് പഠിക്കാനിരുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി നടന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു 10 മണിക്കൂറൊക്കെ ഒരു ദിവസം പഠിക്കാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 10 മണിയോടെ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മോൾ ഉറങ്ങിയ നേരം അവളൊരു തുടർച്ചയായിട്ട് ഒരു 2-3 മണിക്കൂർ ഉറങ്ങിയ നേരം കുറച്ച് സമയം അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഉമ്മ അവളെയും കൊണ്ട് അടുത്ത വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് തിരിച്ചു വന്നത്. അപ്പോൾ അത്രയും നേരവും പിന്നെയും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഏകദേശം സ്കൂളിൽ പോയിട്ട് പഠിക്കുന്ന പോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും സമയം പഠിക്കാൻ പറ്റിയത് കാരണം കൊണ്ട് എനിക്കിന്ന് കുറേ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഞാൻ പഠിക്കാനിരുന്നത് കെമിസ്ട്രിയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കെമിസ്ട്രിയും കൊണ്ട് ഇരിക്കുകയാണ്. ആൻഡ് ഇപ്പോഴും ഞാൻ കെമിസ്ട്രി തന്നെയാണ് കേട്ടോ നോക്കുന്നത്. കെമിസ്ട്രിയിൽ SCRT നിന്നൊരു ചാപ്റ്റർ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ 3-4 ദിവസമായിട്ട് ഞാൻ കെമിസ്ട്രി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സാധനം എനിക്ക് ഭയങ്കര ടഫാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിലെല്ലാം ടഫാണെന്നല്ല, എന്നാലും മറ്റുള്ള സബ്ജക്റ്റുകളെല്ലാം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ പോർഷൻസിൻ്റെ എണ്ണം ഈ ഒരു സബ്ജക്റ്റിൽ ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാൻ റാങ്ക് ഫയൽ നോക്കിയിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റാങ്ക് ഫയലല്ല, SCRT ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, ഈ റാങ്ക് ഫയൽ നോക്കി വായിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവുമോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് അതിനുള്ള ആൻസറാണ് പറയാനുള്ളത്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. കാര്യം എനിക്ക് മുമ്പ് കുറച്ച് ഞാൻ റാങ്ക് ഫയൽ തന്നെയാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ കുറച്ച് വലിയ റാങ്ക് ഫയലാണ്. അപ്പോൾ അതിൽ ഒരുപാട് പോർഷൻസ് വരുന്നുണ്ട്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അപ്പോൾ എൻ്റെ കയ്യിൽ ടാലൻറ്റും ലക്ഷ്യം 2 റാങ്ക് ഫയലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഉള്ളത് കാരണം കൊണ്ടാണ് എനിക്ക് ഇത്രയും കൺഫ്യൂഷൻ ആയത്. എപ്പോഴും നമ്മൾ പരിമിതമായ ബുക്കുകൾ മാത്രം യൂസ് ചെയ്യണമെന്ന് പറയുമല്ലോ. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ടാലൻറ്റ് നോക്കിയിട്ട് പഠിക്കാനാണ് കുറച്ചും കൂടെ താല്പര്യം. പക്ഷേ എൻ്റെ ഉള്ള ടാലൻറ്റിൻ്റെ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് കഴിഞ്ഞ LDC എക്സാം നടക്കുന്നതിന് മുമ്പുള്ള ഒരു റാങ്ക് ഫയലാണ്. അതായത് 2021 അപ്ഡേഷൻ വേർഷനാണ് കേട്ടോ ആ ഒരു റാങ്ക് ഫയൽ. പക്ഷേ SCRT ഇൻക്ലൂഡ് ആയിട്ടുള്ള റാങ്ക് ഫയലാണ്. 2 വോളിയമായിട്ടുള്ള ബുക്കാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഉള്ളത് ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിയത് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ്. അത് 2022 അപ്ഡേഷൻ വേർഷനാണ്. അപ്പോൾ ഈ ലക്ഷ്യയുടെ റാങ്ക് ഫയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പുതിയ വേർഷൻ ആയത് കാരണം കൊണ്ട് തന്നെ, എക്സാം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയ റാങ്ക് ഫയൽ ആയത് കാരണം കൊണ്ട് തന്നെ അതിൽ കുറച്ച് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ്, പോയിൻറ്റ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലക്ഷ്യയിൽ എനിക്ക് ടാലൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ ആയിട്ടും കൂടെ എല്ലാ പോയിൻറ്റും ഇല്ല കേട്ടോ. എല്ലാ ടോപ്പിക്കിൻ്റെയും കാര്യമല്ല, ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തതിൽ ബയോളജിയിൽ എല്ലാ പോയിൻറ്റും ലക്ഷ്യയിൽ കാണുന്നില്ല. അതുപോലെ ഫിസിക്സിലും കെമിസ്ട്രിയിലൊന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ NCERT ബേസ്ഡ് ആയിട്ടുള്ള റാങ്ക് ഫയലാണെന്നാണ് അവർ പറയുന്നത്. അതിൽ +1 +2 ഹയർ സെക്കൻഡറി സയൻസിലത്തെ എന്തെല്ലോ ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. വായിച്ചിട്ട് തന്നെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയത് കാരണം കൊണ്ട് ഞാൻ ടാലൻറ്റ് യൂസ് ചെയ്യണം, ലക്ഷ്യം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ടാലൻറ്റും വായിച്ചു, ലക്ഷ്യം വായിച്ചു. അതായത് ആറ്റം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ട് പറഞ്ഞാൽ ആദ്യം ഞാൻ ടാലൻറ്റ് വായിക്കുവാണ്, അതിനുശേഷം പോയി ലക്ഷ്യം വായിക്കുവാണ്, പിന്നെയും ടാലൻറ്റിക്ക് വരിക, ലക്ഷ്യയ്ക്ക് വരിക. അങ്ങനെ ഓരോ ടോപ്പിക്കുകൾ ഞാനിങ്ങനെ 2 റാങ്ക് ഫയലും ഇങ്ങനെ മാറി മാറി നോക്കുമെന്ന്. കാരണം ഇതിലുള്ള പോയിൻറ്റ് അതിലില്ല, അതിലുള്ള പോയിൻറ്റ് ഇതിലില്ല. പിന്നെ SCRTയിലുള്ള എല്ലാ പോയിൻറ്റ്സും ഈ 2 റാങ്ക് ഫയലിലും ഇല്ല കേട്ടോ. അങ്ങനെ റാങ്ക് ഫയൽ വായിച്ച് എനിക്ക് മൊത്തത്തിൽ വട്ടായി. അപ്പോൾ ഇത് ഇന്നത്തെ കാര്യമല്ല കേട്ടോ. ഒരു 2 ദിവസം മുമ്പ് ഒന്നലെയും മില്ലാന്നൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്കിനി റാങ്ക് ഫയൽ നോക്കിയിട്ട് സമയം കളയാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് നോട്ട് ചെയ്താന്ന് വിചാരിച്ചു. അതായത് ക്ലാസ്സുകൾ കണ്ടിട്ട് നോട്ട് ചെയ്താന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഞാൻ ഇന്ന് ഫുൾ എൻട്രിയുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് നോട്ട് ചെയ്തായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കെമിസ്ട്രി മാത്രമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒരു സബ്ജക്റ്റും ഞാൻ നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ ഫുൾ ക്ലാസ്സുകൾ കാണുക, നോട്ട്സ് എഴുതുക, ക്ലാസ്സുകൾ കാണുക, നോട്ട്സ് എഴുതുക, അത് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ നോട്ട്സ് എഴുതുക പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. എന്നിട്ട് പോലും ഞാൻ ഈ ഒരു കടുങ്കൈ ചെയ്യാൻ മുതിർന്നതെന്ന് പറഞ്ഞാൽ, ഒന്നാമത് നമുക്ക് പരിചയമില്ലാത്ത സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ റാങ്ക് ഫയൽ വായിക്കുമ്പോഴത്തേക്ക്, റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോയിൻ്റായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നും അവർ വിശദീകരിക്കുന്നില്ല. സോ നമുക്കൊരു ബേസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും റാങ്ക് ഫയൽ വായിച്ചിട്ടുണ്ട് പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല.
അപ്പോൾ അതായിരുന്നു എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ 2 റാങ്ക് ഫയൽ യൂസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ മാത്രമല്ല നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കൺഫ്യൂഷൻസ് ഇല്ലാതെ ആൻസർ ചെയ്യണമെന്ന് നമുക്ക് കോൺസെപ്റ്റുകളെല്ലാം ഭയങ്കര ക്ലിയർ ആയിരിക്കണം. സോ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു 2 റാങ്ക് ഫയൽ മാറി മാറി യൂസ് ചെയ്ത് നോക്കിയത്. പക്ഷേ അതിൽ വലിയൊരു ഗുണമൊന്നും എനിക്ക് തോന്നിയില്ല. കാര്യം അവർ പല കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല. അതാണ് എനിക്ക് ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചപ്പോൾ ഒരു മിസ്റ്റേക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്കായിട്ട് തോന്നിയത്. പക്ഷേ ഈ ഒരു SCERT ബുക്കിലൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റ് ഉള്ള പോലെയൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു SCERTയുടെ പോർഷൻസ് മാത്രം ഇതിൽ നോക്കിയിട്ട് പഠിക്കാം, ഈ ബുക്കിൽ നോക്കിയിട്ട് പഠിക്കാം. പിന്നെ റാങ്ക് ഫയൽ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഒഴിവാക്കി. അതായത് കെമിസ്ട്രിക്ക് മാത്രം ഉണ്ടോ, എല്ലാ സബ്ജക്റ്റിനും ആണെന്നല്ല പറഞ്ഞത്. അപ്പോൾ കെമിസ്ട്രി ഒരാഴ്ച കൊണ്ട് തീർക്കും എന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. കാര്യം ഭയങ്കര ലാഗാണ്. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ മുതൽ ഒരു 8-9 ക്ലാസ്സെങ്കിലും എൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ ക്ലാസ്സും 1 മണിക്കൂർ, അരമണിക്കൂർ, 3/4 മണിക്കൂറൊക്കെ ലെങ്ത്തുള്ള ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും അതിൻ്റെ ഷൂട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഫോണിൽ നോക്കിയിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കാണുമ്പോഴത്തേക്ക് നല്ലോണം കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവർ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് പറഞ്ഞു തരുന്നത്. നല്ല ക്ലാസ്സുകളാണ്, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ബേസില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഏതെങ്കിലും വീഡിയോ ക്ലാസ്സുകളെല്ലാം കണ്ടിട്ട് നമ്മൾ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി എടുക്കുക, പിന്നെ അതിന് ശേഷം റാങ്ക് ഫയലിലേക്ക് പോവുക. അല്ലെന്നുണ്ടെങ്കിൽ SCERT വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു SCERTയുടെ ബുക്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കെമിസ്ട്രിയുടെ പ്രിപ്പറേഷൻ പിന്നെയും ലാഗാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ അധികം ക്ലാസ്സുകളൊന്നും കാണുന്നില്ല കേട്ടോ. അതായത് അവരിപ്പം LDCയുടെ പുതിയ ബാച്ച്, അതായത് പുതിയ ഒരു ബാച്ചിലുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. പക്ഷെ അതിലിപ്പം ഒരു 19 വീഡിയോ ആണ് അവർ ഇട്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ക്ലാസ്സുകളൊന്നും അവർ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വരും ദിവസങ്ങളിൽ ഓരോരോ ക്ലാസ്സുകളായിട്ട് ഇടുമായിരിക്കും. പക്ഷേ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഭയങ്കര ലാഗിങ് ആണ്. ഞാനൊരു 8, 9, 10 ക്ലാസ്സോളം ഞാനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. മൊത്തം ഈ ഒരു ആറ്റം എന്ന ടോപ്പിക്ക് മാത്രമായിരുന്നു. അതായത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് മെറ്റൽസ് ആണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തന്നെ അങ്ങനെ ഈ 2 ടോപ്പിക്കിൻ്റെ മാത്രം ഒരു 19 വീഡിയോസ് ആ ഒരു ആപ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഭാഗങ്ങളായിട്ട് പാട്ടായിട്ടാണ് അവർ ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കെമിസ്ട്രിയുടെ മാത്രം ഒരു 10-100 ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പോൾ അതെനിക്ക് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. കാരണം എനിക്ക് ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് പെട്ടെന്ന് സിലബസ് തീർന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല ടെൻഷൻ ആവാൻ തുടങ്ങും. അപ്പോൾ ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഉള്ള ക്ലാസ്സുകൾ അത് കണ്ടതിന് ശേഷം പിന്നെ പഴയ ക്ലാസ്സുകളെല്ലാം പോയി കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു സിലബസ് പെട്ടെന്ന് തീർക്കാമെന്നാണ് കേട്ടോ. അപ്പം എന്നാലും ഒരാഴ്ച കൊണ്ട് തീർന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ക്ലാസ്സുകളുടെ ലെങ്ത്ത് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോ മണിക്കൂറൊക്കെയാണ് ചില ക്ലാസ്സുകൾ ലെങ്ത്ത് ഉള്ളത്, ചിലത് അരമണിക്കൂർ, അങ്ങനെയൊക്കെ. അതൊക്കെ ഓരോ ടോപ്പിക്കിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലാസ്സുകളാണ്. പിന്നെ SCERT മാത്രമല്ല, NCERTയും കൂടെ NCERT കൂടെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സുകളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ക്ലാസ്സുകളെല്ലാം കണ്ടതിന് ശേഷം പിന്നെ ആ ഒരു ക്ലാസ്സുകളെ ബേസ്ഡ് ആക്കിയിട്ടുള്ള SCERTയുടെ ചാപ്റ്റേഴ്സും കൂടെ നോക്കി. പിന്നെ രാത്രിയാണല്ലോ, അപ്പോൾ നമുക്ക് അത്ര പ്രൊഡക്റ്റീവ് ഒന്നും അല്ല. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. രാവിലെ മുതൽ ഞാനിങ്ങനെ ഇരിക്കുന്ന കാരണം കൊണ്ട് കുറച്ച് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു 11 മണി വരെയാണ് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അതിന് ശേഷം പിന്നെ മോൾ എഴുന്നേറ്റ് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് മലയാളവും ഇംഗ്ലീഷും ആണ്. മലയാളവും ഇംഗ്ലീഷും ഞാൻ ലക്ഷ്യയുടെ ക്ലാസ് റൂം എന്ന് പറയുന്ന ആ ഒരു പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നോക്കിയിട്ട് പഠിക്കുകയാണ്. പിന്നെ ആ ഒരു ബുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ രസമൊന്നുമില്ല കേട്ടോ, ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുകയാണ്. നമുക്ക് താല്പര്യമില്ലാത്ത സബ്ജക്റ്റാണ് ഈ വൊക്കാബുലറി എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്കും പഠിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടുതരാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ഒരുപാട് ടോപ്പിക്കൊന്നുമില്ല, പോയിൻ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 1, 2, 3, 4 കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒന്നും അറിയില്ല. കാര്യം ഞാൻ SCERTയിലെ വൊക്കാബുലറി ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇതിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERTയിലെ ഗ്ലോസറി പാർട്ടിലുള്ള വൊക്കാബുലറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് മലയാളത്തിൻ്റെ ബുക്കിൽ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം, അതും 2021 മുതൽ 2023 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആണുള്ളത്. പിന്നെ ഇംഗ്ലീഷിൻ്റെ ബുക്കിൽ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഉണ്ട്. അതും ഇതുപോലെ തന്നെയാണ്, 2021 മുതൽ 2023 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ട്.
അതിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് 10 സെറ്റായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത് അതിൽ ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല, ആൻസേഴ്സ് മാത്രം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ച് ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ളവർക്ക് എക്സ്പ്ലനേഷനും കൂടെ വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയ രസമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വൊക്കാബുലറി ഞാൻ മലയാളത്തിൽ മാത്രം നോക്കുന്നുണ്ട്, എനിക്ക് ഇംഗ്ലീഷിൽ വായിക്കാനേ തോന്നുന്നില്ല. സോ ഞാൻ ഇംഗ്ലീഷിലത്തെ വൊക്കാബുലറി ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ മാത്സ് നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മാത്സ് നോക്കാൻ എനിക്ക് രാത്രി അപ്പോൾ തീരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പൊതുവെ മാത്സ് രാവിലെ പഠിക്കുന്നതിനോടാണ് കുറച്ചും കൂടെ താല്പര്യം. അങ്ങനെ ഒരു 11 മണി വരെയാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം പിന്നെ മോൾ എഴുന്നേറ്റ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ ഉറങ്ങിയത്. അങ്ങനെ ഇപ്പോഴും അവളുടെ ഉറക്കമൊന്നും തീരെ ശരിയായിട്ടില്ല. അത് കാരണം രാത്രി എനിക്ക് അധികം ഇരിക്കാൻ ഇപ്പോഴും നല്ല പേടിയാണ് കേട്ടോ. കാരണം അവളിങ്ങനെ കരയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഉറക്കവും പോകും, പിന്നെ എനിക്ക് ഒട്ടും റെസ്റ്റും ഉണ്ടാവില്ല. അവൾ എടുത്ത് നടക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലോജിക്കാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നു, കരയുന്നു, ഉറങ്ങുന്നു, അതൊക്കെ. പക്ഷേ എടുത്ത് നടക്കുന്ന ഞാൻ ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ലോജിക്കാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എന്താണെന്നറിയില്ല കേട്ടോ. അപ്പം ഒരു 3 മണിക്കൂറൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും മോട്ടിവേഷനൊക്കെയാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ പേഴ്സണലായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. അതിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോയ്സാണ് മെസ്സേജ് അയക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, യൂട്യൂബിൽ നിന്നാണ് വരുന്നതെന്നുള്ളത്. കാരണം നമുക്ക് വെറുതെ മെസ്സേജ് വായിച്ചിരിക്കാനും നോക്കിയിരിക്കാനൊന്നും സമയമില്ല, അത് കാരണം കൊണ്ടാണ്. പിന്നെ ഞാൻ അതിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളും അല്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നവർക്കും ബൈ.